JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അത് തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ടോപ്പിക്കിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2024 വന്ന PSC പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? എത്ര വർഷമാണ്? 15 വർഷമാണ് അല്ലേ? പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി 15 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതൽ ആയാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, കാറ്റഗറി N3. കാറ്റഗറി N3 ഉൾപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? സെക്ഷൻ 15 പ്രകാരമാണ് അല്ലേ? ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 15 പ്രകാരമാണ്. അത് ക്വസ്റ്റ്യൻ. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? 4 റൂള് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് റൂളാണ് ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? റൂൾ 21 ആണല്ലേ. റൂൾ 21 വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റി ആയി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റി ആയി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണല്ലേ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഗുഡ്സ് കാരിയേജ് ആണ് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ഏതാണ്? കണ്ടുപിടിച്ചോ, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഏതാണ്? ആംബുലൻസ് ആണല്ലേ. ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ആംബുലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കിയേ, ഏതാണ് തെറ്റായ പ്രസ്താവന? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഏതാണ് തെറ്റായ പ്രസ്താവന? കണ്ടുപിടിച്ചോ, ഏതാണ്? മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. അതാണ്
തെറ്റായ പ്രസ്താവന. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ്? ഇവയെല്ലാം ഡ്രൈവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഏതാണ്? മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു ടേൺ എടുക്കുക, പുറകോട്ട് ഓടിക്കുക. ഇതൊന്നും ഒരു തുരങ്കത്തിലെ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. അതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? 4 റൂളുകൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഏത് റൂൾ പ്രകാരമാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? റൂൾ 31 പ്രകാരമാണ് അല്ലേ? ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് റൂൾ 31 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനമല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് എമർജൻസി വാഹനമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അപകടകരമായ വസ്തുതകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എമർജൻസി വാഹനമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? താഴെ പറയുന്നതിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട് താഴെ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവയെല്ലാം വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണ ഉപാധിയാണ്. ഏതൊക്കെയാണ്? റിയർ വ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച്. ഇവയെല്ലാം വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഡ്രൈവർ റോഡിലെ ആപൽക്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാം ഞാൻ. ഒരു ഡ്രൈവർ റോഡിലെ ആപൽക്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്നും തീരുമാനിച്ചു. അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. IPDE ആണ് കറക്റ്റ് ആൻസർ. IPDE. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ 4 വരി ദേശീയ പാതകളില് മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത ആർക്കൊക്കെ അറിയാം? അതിനുത്തരം കേരളത്തിലെ 4 വരി ദേശീയ പാതകളില് മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചുള്ള പരമാവധി വേഗത. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 100 km/h ആണ് കേരളത്തിലെ 4 വരി ദേശീയ പാതകളില് മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത. 100 km/h. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചരക്ക് വാഹനത്തില് അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ഒരു ചരക്ക് വാഹനത്തില് അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണല്ലേ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഹെൽമറ്റ്, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. ഈ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരി ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ശരി ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. അതായത് ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ് എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 100 മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. 100 മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിൽ മുകളിൽ വരുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം: 1. അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്. 2. അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. 3. സൈനിക ആവശ്യങ്ങൾക്കായി. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം. 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി? ഓപ്ഷൻസിന്റെ അകത്ത് ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണല്ലേ, 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. അതായത് 1 ഏതാണ്? അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്. 2 ഏതാണ്? അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ്സ് മെരിറ്റൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്: 1. അപകടത്തിൽ പരിക്കേറ്റവരെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുന്നയാള്. 2. അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യാൻ സഹായിക്കുന്നയാള്. 3. അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നയാള്. അപ്പോൾ ഏത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 1ാമത്തേതും 2ാമത്തേതും 3ാമത്തേതും ശരിയായിട്ടുള്ളതാണ് അല്ലേ. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ്സ് മെരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3ഉം ശരിയാണല്ലേ. അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നയാള്, അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ആള്, അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആള്. അടുത്ത ക്വസ്റ്റ്യൻ, 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിന് ഉപയോഗിക്കുന്ന ഹെഡ് ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ, അതായത് വാട്ടേജ്. 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ വാട്ടേജ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 75/75 വാട്ട്സ്. 75/75 വാട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പോലീസ് സബ് ഇൻസ്പെക്ടർ ആണല്ലേ, പോലീസ് സബ് ഇൻസ്പെക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. 1. പിൻചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം. 2. പിൻസീറ്റ് യാത്രക്കാരനെ പിടിച്ചിരിക്കാൻ വേണ്ട പിടി, അതായത് ഹാൻഡ് ഹോൾഡ്. 3. ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ. 4. പിൻസീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുഡ് റെസ്റ്റ്. അപ്പോൾ ഇതിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട, മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഈ 4 എണ്ണത്തിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ ഡി ആണല്ലേ, 1, 2, 4. 1, 2, 4 നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളാണ്. അതായത് ഒന്നാമത്തെ ഏതാണ്? സാരി ഗാർഡ്, രണ്ടാമത്തെ ഏതാണ്? ഹാൻഡ് ഹോൾഡ്, നാലാമത്തെ ഏതാണ്? ഫുഡ് റെസ്റ്റ്. ഈ 3 എണ്ണവും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. 1 സ്പെയർ വീല് പഞ്ചർ കിറ്റ്, 2 ടൂൾ കിറ്റ്, 3 ഫസ്റ്റ് എയ്ഡ് കിറ്റ്, 4 എയർ പമ്പ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഏതാണ്? ടൂൾ കിറ്റ്. മൂന്നാമത്തെ ഏതാണ്? ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പ്രതിപാദിച്ചവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? 1 ഫയർ ടെൻഡർ, 2 ആംബുലൻസുകൾ, 3 പോലീസ് വാഹനങ്ങൾ, 4 80 km/h വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ഇതിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 1, 2, 3, 4. ഈ 4 വാഹനങ്ങൾക്കും സ്പീഡ് ഗവർണർ നിർബന്ധമില്ല. ഫയർ ടെൻഡർ, ആംബുലൻസുകൾക്ക്, അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങൾക്ക് 80 km/h വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹസാർഡ്സ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? ഹസാർഡ്സ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പിൻഭാഗത്തും ഇരുവശങ്ങളിലുമാണ് അല്ലെ, പിൻഭാഗത്തും ഇരുവശങ്ങളിലും. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം. 1 ഒലിവ് ഗ്രീന്, 2 നേവി ബ്ലൂ, 3 പോലീസ് വൈറ്റ്, 4 കമാൻഡോ ബ്ലാക്ക്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം. ഏതാണ്? ഒലിവ് ഗ്രീനും 2 നേവി ബ്ലൂവും. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പെട്രോളിയം ടാങ്കർ ട്രക്കിനാണ് സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. പെട്രോളിയം ടാങ്കർ ട്രക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മോട്ടോർ ക്യാബ്. മോട്ടോർ ക്യാബ് ആണ് ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.